അന്താരാഷ്ട്ര നയതന്ത്രം എന്നത് കനത്ത സൈനിക ബലപ്രകടനങ്ങളുടെയും ഉപരോധങ്ങളുടെയും രഹസ്യ ചാരപ്രവർത്തനങ്ങളുടെയും മാത്രം വേദിയാണെന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ആധുനിക ലോകത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ചർച്ചകളും കേവലം ആയുധപ്പുരകളിൽ നിന്നല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ ചിന്താമുറകളിൽ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇതിന് അടിവരയിടുന്ന തരത്തിലാണ് അടുത്തിടെ പുറത്തു വന്ന ഒരു അന്താരാഷ്ട്ര വാർത്ത ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്രവും പ്രവചനാതീതവുമായ പെരുമാറ്റ രീതികളെയും നയതന്ത്ര ശൈലിയെയും പ്രതിരോധിക്കാൻ ഇറാൻ രണ്ട് മുതിർന്ന മനഃശാസ്ത്രജ്ഞരെ രംഗത്തിറക്കിയെന്ന വാർത്തകളാണിപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഡ്രോപ്പ് സൈറ്റ് എന്ന മാധ്യമം പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തന ശൈലി എക്കാലത്തും രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൗതുകവും അതേസമയം വലിയ വെല്ലുവിളിയുമായിരുന്നു. പരമ്പരാഗത നയതന്ത്ര നീക്കങ്ങളെയോ അന്താരാഷ്ട്ര മര്യാദകളെയോ പലപ്പോഴും മാനിക്കാതെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു നിമിഷം കൊണ്ട് കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും തൊട്ടടുത്ത നിമിഷം ശത്രുരാജ്യത്തിന്റെ തലവനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന സ്വഭാവം ട്രംപിനുണ്ട്. ഔദ്യോഗിക ചാനലുകൾക്ക് കാത്തു നിൽക്കാതെ തന്റെ നിലപാടുകൾ നേരിട്ട് സാമൂഹിക മാധ്യമങ്ങളുടെ വിനിമയം ചെയ്യുന്ന രീതി, നയതന്ത്ര ചർച്ചകളിൽ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ തന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് പ്രാധാന്യം നൽകുന്ന ശൈലി, ഇത്തരമൊരു വ്യക്തിത്വത്തെ പരമ്പരാഗതമായ ചർച്ചാ രീതികൾ കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക സൈനിക സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഒരു തെറ്റായ നീക്കം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം ടെഹ്റാൻ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ തങ്ങളുടെ നയതന്ത്ര മേശയിലേക്ക് രാഷ്ട്രീയ വിദഗ്ധർക്കൊപ്പം മനഃശാസ്ത്രജ്ഞരെ കൂടി ഇരുത്താൻ തീരുമാനിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ നടന്ന ഒന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഈ വിദഗ്ധരെ തങ്ങളുടെ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. വെറും ഉപദേശകർ എന്നതിനപ്പുറം അമേരിക്കയ്ക്ക് കൈമാറുന്ന ഓരോ സന്ദേശത്തിന്റെ വാചകങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇവർ നിർണായക പങ്കുവഹിച്ചു. ട്രംപിന് അയക്കുന്ന ഔദ്യോഗിക കത്തുകളോ സന്ദേശങ്ങളോ കടുത്ത ഭാഷയിലോ ഭീഷണിയുടെ സ്വരത്തിലോ ആകരുതെന്ന് ഈ മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചു. പകരം അദ്ദേഹത്തിന്റെ നായകത്വത്തെ പരോക്ഷമായി പുകഴ്ത്തുന്നതും ചർച്ചകളിലൂടെ വലിയൊരു കരാർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്ന് തോന്നിപ്പിക്കുന്നതുമായ രീതിയിലാണ് സന്ദേശങ്ങൾ തയ്യാറാക്കിയത്. ട്രംപ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാക്കുകളും ശൈലികളും ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുത്തു. ട്രംപ് മുൻപ് നടത്തിയ പ്രസംഗങ്ങൾ, അഭിമുഖങ്ങൾ, വിവിധ സാഹചര്യങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്നിവ ഈ മനഃശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി വിശകലനം ചെയ്തു. ഏത് രീതിയിലുള്ള വാക്കുകളോടാണ് അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാക്കുന്നതെന്നും ഏത് തരം സമീപനമാണ് അദ്ദേഹത്തെ ശാന്തനാക്കുന്നതെന്നും അവർ കണ്ടെത്തി. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളുടെ ഓരോ ഘട്ടവും ഇറാൻ പ്ലാൻ ചെയ്തത്. കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ കഥ പോലെ തോന്നാമെങ്കിലും ഇറാന്റെ ഈ മനഃശാസ്ത്ര സമീപനം വലിയ തോതിൽ വിജയം കണ്ടതായാണ് ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വെറും രാഷ്ട്രീയമോ സൈനികമായ കണക്കുകൂട്ടലുകൾ മാത്രം പോരെന്നും മറിച്ച് എതിർപക്ഷ നേതാവിന്റെ ആശയവിനിമയ ശൈലിയും പ്രതികരണ രീതിയും മനസ്സിലാക്കുന്നതും നിർണായകമാണെന്ന വിലയിരുത്തലാണ് ഇറാൻ സ്വീകരിച്ചത്. ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഈ തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം ട്രംപിൽ നിന്നും ഇറാൻ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ കടുത്ത നിലപാടുകളിൽ അയവ് വരുത്താനും ചർച്ചകൾക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. ഏകദേശം 4 മാസത്തെ സങ്കീർണമായ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാനും യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ട ഒരു താൽക്കാലിക ധാരണയിലേക്ക് ഇരുപക്ഷവും എത്തിയതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ജനീവയിൽ വെച്ച് ഈ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇറാന്റെ ഈ നീക്കം പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കക്കകത്ത് ട്രംപിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതും ശ്രദ്ധേയമായിരുന്നു. നിരവധി വാർത്താമാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അനുയായികൾ പോലും ട്രംപിന്റെ നിലപാടുകളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപിനെ അനുകൂലി അദ്ദേഹത്തിന്റെ ഈ ശൈലിയെ ശക്തമായ നേതൃത്വത്തിന്റെ അടയാളമായാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ മനസ്സ് വായിക്കാൻ ഇറാൻ ശ്രമിച്ചു എന്നത് സ്വാഭാവികമായ ഒരു നീക്കമായി ചില നിരീക്ഷകർ കാണുന്നു. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇറാൻ മനഃശാസ്ത്രജ്ഞരെ ഉപയോഗിച്ചു എന്ന കാര്യം സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നയതന്ത്ര ലോകം ഈ വാർത്തയെ തള്ളിക്കളയുന്നില്ല. ഒരു രാജ്യത്തിന്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ സൈനിക മേധാവികൾക്കും വിവിധ ഉദ്യോഗസ്ഥർക്കുമുള്ള അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാധാന്യം ഇനി മുതൽ സൈക്കോളജിസ്റ്റുകൾക്കും ഹ്യൂമൻ ബിഹേവിയർ വിദഗ്ധർക്കും ഉണ്ടാകുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള ഈ മൈൻഡ് ഗെയിം രാജ്യാന്തര ബന്ധങ്ങളുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. വരും നാളുകളിൽ ഈ ചർച്ചകളുടെ ഔദ്യോഗിക രേഖകൾ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ മാത്രമേ ഈ മനഃശാസ്ത്ര തന്ത്രങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് ഇരു രാജ്യങ്ങളെ ബാധിച്ചതെന്ന് വ്യക്തമാകും. എങ്കിലും ഒന്ന് ഉറപ്പാണ്, 21-ാം നൂറ്റാണ്ടിലെ നയതന്ത്രം എന്നത് കേവലം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് എതിരാളികളുടെ മനസ്സിനെ കീഴടക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. തങ്ങളുടെ പരിമിതമായ സൈനിക ശക്തിയെ മറികടക്കാൻ ഇറാൻ സ്വീകരിച്ച ഈ ബുദ്ധിപരമായ മനഃശാസ്ത്ര സമീപനം വരും തലമുറകളിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ പാഠപുസ്തകമായിരിക്കും എന്നതിൽ സംശയമില്ല.